യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ബാറൂക്കിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വചനം. എൻ്റെ ജനമേ ധൈര്യമായിരിക്കുക. കർത്താവ് ഇന്ന് നമ്മോട് സംസാരിക്കുകയാണ്. വചനത്തിലൂടെ ശക്തമായ ഒരു ഉറപ്പ് നമുക്ക് നൽകുക. എൻ്റെ ജനമേ ധൈര്യമായിരിക്കുക. എൻ്റെ ജനമേ ധൈര്യമായിരിക്കുക. പലവിധ ഭയത്തിന് അടിമകളായിട്ടുള്ളവർ ഉണ്ട്. മരണത്തെ ഭയം, രോഗത്തെ ഭയം, സാമ്പത്തിക തകർച്ചയിൽ ഭയം, മക്കളെ ഓർത്തുള്ള വിഷമാണ്. അങ്ങനെ പല വിധത്തിലാണ് മനുഷ്യന് ഭയമുള്ളത്. ജീവിതത്തിൽ പല വിധത്തിൽ തകർന്നു പോയി അതൊക്കെ ഓർത്ത് ഭയപ്പെട്ടിരിക്കുന്ന ധാരാളം വ്യക്തികളുണ്ട്. ചിലർക്ക് ചില വ്യക്തികളെ ഭയം, ചിലർക്ക് പിശാചിനെ ഭയം. വചനം പറയുന്നു, നീ ധൈര്യമായിട്ടിരിക്കുക, നിന്റെ കൂടെ ഞാനുണ്ട്, നീ ധൈര്യമായിട്ടിരിക്കുക. കർത്താവിനാൽ ഒത്തിരി സ്നേഹിക്കപ്പെടുന്നവരെ ധൈര്യമായിട്ടിരിക്കാനാണ് യേശു ഇന്ന് നമ്മൾ ആവശ്യപ്പെടുന്നത്. നമുക്ക് 2 കരങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കാം. ധൈര്യത്തിൻ്റെ ആത്മാവ് നമ്മൾ നിറയുവാനാണ്. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. ധൈര്യത്തിൻ്റെ ആത്മാവേ, ശക്തിയുടെ ആത്മാവേ, ഞങ്ങൾ നിറയണമേ. കർത്താവായ യേശുവേ, ഞങ്ങളുടെ ആത്മാവിനെ അയക്കണമേ. എന്തെന്നാൽ ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ധൈര്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, ആത്മശക്തിയുടെ ആത്മാവ് ഞങ്ങളിൽ നിറയട്ടെ. ആത്മധൈര്യത്തിൻ്റെ ആത്മാവ് നിറയട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഭയത്തിൻ്റെ ആത്മാവിനെ ശാസിക്കുന്നു. ഭയത്തിൻ്റെ ആത്മാവ് വിട്ടൊഴിയട്ടെ. ധൈര്യത്തിൻ്റെ, ശക്തിയുടെ ആത്മാവ് നിറയട്ടെ. ഹല്ലേലൂയ. എവിടെയും ധീരതയോടെ യേശുവിന് സാക്ഷ്യം കൊടുക്കുവാൻ, യേശു കർത്താവാണെന്ന് വിളിച്ചു പറയാനുള്ള ധൈര്യം ദൈവമക്കൾക്ക് ലഭിക്കട്ടെ. പരിശുദ്ധാത്മാവേ, ശക്തി പകരണമേ. ഹല്ലേലൂയ. കരമടിച്ചു കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. കരമുയർത്തി അടിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. പരിശുദ്ധാത്മാവേ നന്ദി. ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബാറൂക്കിൻ്റെ പുസ്തകത്തിൽ 4-ാം അധ്യായം 5, 6, 7, 8 വചനങ്ങൾ. ഇസ്രായേലിൻ്റെ സ്മാരകമേ, എൻ്റെ ജനമേ ധൈര്യമായിരിക്കുക. നിങ്ങളെ ജനതകൾക്ക് വിറ്റത് നശിപ്പിക്കാൻ ആയിരുന്നില്ല, ദൈവത്തെ കോപിപ്പിച്ചതിനാലാണ് നിങ്ങളെ ശത്രുകരങ്ങളിൽ ഏൽപ്പിച്ചത്. നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങളും നഷ്ടങ്ങളും കഷ്ടതകളും
വീഴ്ചകളും എല്ലാം ഉണ്ടാകുന്നു. ചിലരുടെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവരായിട്ട് മാറുന്നു. ഈ അടുത്ത നാളിൽ ധ്യാനത്തിൽ പങ്കെടുത്തൊരു വ്യക്തി ബിസിനസ്സൊക്കെ തകർന്നു, എല്ലാം വിറ്റു തീർന്നിപ്പോൾ വാടക വീട്ടിൽ താമസിക്കുക, ഭാര്യയും 4 കുഞ്ഞുങ്ങളുമുണ്ട്. ആ വ്യക്തിയുടെ ജീവിതത്തിലെ അനുഭവങ്ങളിലേക്ക് ചിന്തിക്കുമ്പോൾ ദൈവത്തെ മറന്ന്, ദൈവത്തിൻ്റെ വചനം മറന്ന്, സ്വന്തം ഇഷ്ടത്തിൻ്റെ വഴികളിലൂടെ ജീവിച്ച വ്യക്തിയാണ്. ജീവിതത്തിൽ നേടിയതെല്ലാം നഷ്ടമായി. അത് ശത്രുവിൻ്റെ കരങ്ങളിൽ, തിന്മയുടെ ശക്തികളിൽ വീണുപോയി, പാപത്തിൻ്റെ മേഖലകളിൽ പെട്ടുപോയി, പിശാചിൻ്റെ കെണികളിൽ വീണ് അനേക വ്യക്തികൾ തകർന്നു പോയിട്ടുണ്ട്. നമ്മൾ ദൈവത്തെ മറന്ന്, ദൈവത്തിൻ്റെ കൽപ്പനകൾ മറന്ന് ജീവിക്കുമ്പോൾ ഉറപ്പാണ് പിശാച് നമ്മുടെ മേൽ ആധിപത്യം ഏറ്റെടുക്കുകയാണ്. അവർ തിന്മയുടെ ശക്തികൾക്ക് നമ്മളിലേക്ക് കടന്നു വരാനുള്ള സാധ്യത ഒരുങ്ങുന്നത് ദൈവത്തിൻ്റെ വചനങ്ങളും കൽപ്പനകളും ലംഘിച്ച് മറന്ന് നമ്മൾ ജീവിക്കുമ്പോഴാണ്. അത് ദൈവം മനഃപൂർവ്വം ആരെയും തകർക്കുന്നില്ല. ഒരു മനുഷ്യനെ തകർക്കുന്നത് ശരിക്കും പിശാചാണ്. പിശാചിൻ്റെ ആ ഒരു പ്രവർത്തനമാണ് മനുഷ്യ വ്യക്തിയുടെ ജീവിതത്തിൽ തകർച്ചകൾ കടന്നു വരുന്നത്. മനുഷ്യന് വിവേകം നഷ്ടപ്പെട്ടു പോകുന്നു, സുബോധം നഷ്ടപ്പെട്ടു പോകുന്നു, ലോകത്തിൻ്റെതായ വഴിയിൽ ജീവിക്കുന്നു. അങ്ങനെ വരുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ തകർച്ചകൾ കടന്നു വരാൻ ഏറെ സാധ്യത ഉണ്ട്. പിശാചുക്കൾക്ക് ബലി അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ സ്രഷ്ടാവിനെ നിങ്ങൾ പ്രകോപിപ്പിച്ചു. നിങ്ങളെ പരിപാലിച്ച നിത്യനായ ദൈവത്തെ നിങ്ങൾ വിസ്മരിച്ചു. പിശാചുക്കൾക്ക് ബലി അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ സ്രഷ്ടാവിനെ നിങ്ങൾ പ്രകോപിപ്പിച്ചു. അതായത് 1-ാം പ്രമാണത്തിൻ്റെ ലംഘനം നടത്തി. മന്ത്രവാദം, കൂടോത്രം, കുട്ടിച്ചാത്തൻ സേവ, ബ്ലാക്ക് മാസ്, പച്ചകുത്തുക, 1-ാം പ്രമാണത്തിനെതിരായിട്ടുള്ള പാപങ്ങളിലൂടെ ജീവിച്ചു. അങ്ങനെ പിശാച് പൂർണ്ണമായിട്ടും നിങ്ങളെ വിഴുങ്ങി എന്ന് പറയുന്നതാണ് അതിൻ്റെ ശരി. ആ പിശാചിന് ബലിയർപ്പിച്ചു എന്ന് പറഞ്ഞാൽ 1-ാം പ്രമാണം, നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കാൻ പാടുള്ളൂ. ആ പ്രമാണം ലംഘിച്ചത്. ആ പ്രമാണ ലംഘനത്തിലൂടെ പിശാചിന് നമ്മുടെ മേൽ അധികാരം ലഭിക്കുക, അവന് നമ്മുടെ മേൽ കടന്നു വരാനുള്ള സ്വാധീനം ലഭിക്കുക. അങ്ങനെയാണ് പലരും വലിയ തകർച്ചകളിലേക്ക് വീണുപോയിരിക്കുന്നത്. ഇതേക്കുറിച്ച് കൊരിന്തോസ് ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. 1 കൊരിന്തോസ് 10:21. ഒരേ സമയം കർത്താവിൻ്റെ പാനപാത്രവും പിശാചുക്കളുടെ പാനപാത്രവും കുടിക്കാൻ നിങ്ങൾക്ക് സാധിക്കത്തില്ല. ഒരേ സമയം കർത്താവിൻ്റെ പാനപാത്രം, പിശാചിൻ്റെ പാനപാത്രം കുടിക്കാൻ നിങ്ങൾക്ക് പറ്റുകയില്ല. കർത്താവിൻ്റെ മേശയിലും പിശാചുക്കളുടെ മേശയിലും ഭാഗഭാക്കാകാനും സാധിക്കത്തില്ല. പിശാചിൻ്റെ മേശയിൽ നീ ഭക്ഷിക്കാൻ ഒരുങ്ങിയാൽ നീ അവൻ്റെ പിടിയിലാവുകയാണ്. 2 വള്ളത്തേൽ കാലൂന്നിക്കൊണ്ടുള്ള ഒരു ജീവിതം കത്തോലിക്ക വിശ്വാസത്തിലില്ല. അത് നടക്കില്ല. 2 വള്ളത്തിൽ കാലൂന്നിക്കൊണ്ട് വിശുദ്ധ ബൈബിളിലെ വചനമനുസരിച്ച് ജീവിക്കുക അസാധ്യമാണ്. നീ ഒന്നുകിൽ യേശുവിൻ്റെ ഒപ്പം, അല്ലെങ്കിൽ പിശാചിൻ്റെ കൂടെ അവൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കാം, കുടിക്കാം. അങ്ങനെ പോയാൽ പിശാച് നിന്നെയും നിന്റെ തലമുറകളെയും നശിപ്പിച്ച് തകർത്ത് കളയും. പിശാചുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആരാധനകളിലേക്കോ പ്രവൃത്തികളിലേക്കോ വിശ്വാസികൾ പോകുവാനായിട്ട് പാടില്ല. ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? അതായത് പുറമെ മധുരമെന്ന് തോന്നുന്ന വിധം ഉള്ളിൽ വിഷം വെച്ചുകൊണ്ട് മാധ്യമങ്ങൾ, മീഡിയകൾ എല്ലാം ഇന്ന് പ്രവർത്തിക്കുകയാണ്. എവിടെയും സഭയെ, യേശുവിനെ, കർത്താവിൻ്റെ അഭിഷിക്തരെ മോശമാക്കുവാൻ, അവരെ അവഹേളിക്കാനുള്ളതെല്ലാം ചെയ്തു വയ്ക്കുന്ന അനേകം കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. വിശ്വാസികൾ തന്നെ ഇക്കാര്യങ്ങളിൽ പെട്ടുപോകുക.
വിശ്വാസികൾ തന്നെ പിശാചിൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുന്നതും കുടിക്കുന്നതും നമ്മൾ കാണുകയാണ്. ഇത് സംഭവിക്കാൻ പാടില്ല. തെറ്റും ശരിയും നമ്മൾ തിരിച്ചറിയണം. യേശുവിനെതിരെ, യേശുവിൻ്റെ സഭയ്ക്കെതിരെ പിശാച് ശക്തമായിട്ട് അനേക വ്യക്തികളിലൂടെ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മീഡിയയിലൂടെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നു. അത് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞ് പിശാചിൻ്റെ പ്രവൃത്തികളെ തിരിച്ചറിയാൻ തക്കവണ്ണമുള്ള ഒരു വിവേകത്തിലേക്ക് നമ്മൾ കടന്നു വരേണ്ടിയിരിക്കുന്നു. നമുക്ക് സുബോധമുണ്ടാവണം, ജ്ഞാനമുണ്ടാവണം, വിവേകമുണ്ടാവണം. മീഡിയയിലൊക്കെ വരുന്ന പല കാര്യങ്ങളും ഏറ്റുപിടിച്ച് അത് പരസ്യപ്പെടുത്തുവാൻ, സോഷ്യൽ മീഡിയയിൽ വരുന്ന പലതും സഭയ്ക്കെതിരെ വരുന്നത് അത് പാസ് ചെയ്യാനായിട്ട് ഒക്കെ ഇന്ന് പലരും ഒത്തിരി താല്പര്യം കാണിക്കുന്നുണ്ട്. അതൊരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. പിശാചിൻ്റെ പ്രവൃത്തിക്ക് നമ്മൾ കൂട്ടുനിൽക്കരുത്. സഭയെ തകർക്കുവാൻ ഒരു പിശാചിനോ ഒരു വ്യക്തിക്കോ ഒരു പ്രസ്ഥാനത്തിനോ സാധ്യമല്ല. യേശു പത്രോസിനോട് പറഞ്ഞു, പത്രോസേ, നീ പാറയാകുന്നു, നീയാകുന്ന പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. ഇത് യേശു പറഞ്ഞ വചനമാ. അവൻ്റെ വചനത്തെ മറികടക്കുവാൻ ഒരു ശക്തിക്കും ഇന്ന് സാധ്യമല്ല. കാരണം അവൻ ദൈവമാണ്, അവൻ്റെ വാക്കിന് വ്യത്യാസമില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് സഭയ്ക്കെതിരെ പിശാച് അക്രമം അഴിച്ചുവിടുമ്പോൾ, അപവാദം അഴിച്ചുവിടുമ്പോൾ, തിന്മയായിട്ടുള്ളത് പറയുമ്പോൾ, അവഹേളിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിച്ച് സാത്താൻ്റെ കോട്ടകളെ ഇടിക്കേണ്ടിയിരിക്കുന്നു. അവൻ്റെ ശക്തികളെ തകർക്കണമെങ്കിൽ ഉപവാസവും പ്രാർത്ഥനയുമല്ലാതെ മറ്റൊരു മാർഗമില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. നമുക്ക് പ്രാർത്ഥിക്കുന്നവരായിട്ട് മാറാം. ഉപവസിച്ച് തിന്മയുടെ ശക്തികളെ ചവിട്ട് മെതിക്കാൻ തക്കവണ്ണം അഭിഷേകത്തിൻ്റെ വ്യക്തികളായിട്ട് നമുക്ക് മാറാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമുയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള തിരുവചനങ്ങൾ. പ്രിയപ്പെട്ടവരെ, എല്ലാ ആത്മാക്കളെയും നിങ്ങൾ വിശ്വസിക്കരുത്. ആത്മാക്കളെ പരിശോധിച്ച് അവ ദൈവത്തിൽ നിന്നാണോ എന്ന് വിവേചിക്കുവിൻ. പല വ്യാജപ്രവാചകന്മാരും ലോകത്തിലേക്ക് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ആത്മാക്കളെ വിവേചിച്ച് അറിയണം. പലരിലും ഇന്ന് പ്രവർത്തിക്കുന്നത് തിന്മയുടെ അരൂപികളാണ്. ഈവിൾ സ്പിരിറ്റിൻ്റെ പ്രവർത്തനത്താൽ പല വ്യക്തികളും സഭയെ നിരന്തരമായിട്ട് പല വിധത്തിൽ അവഹേളിക്കാനുള്ള വഴികൾ ഒരുക്കിക്കൊണ്ടിരിക്കുക. അവർ പ്രവർത്തിക്കുന്ന ആത്മാവ് ഏതാണെന്ന് വിശ്വാസികൾ തിരിച്ചറിയണം. ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുന്ന ആത്മാവ് ഏതാണെന്ന് തിരിച്ചറിയണമെങ്കിൽ വിവേചിക്കാനുള്ള ഒരു ആത്മാവിൻ്റെ കൃപ കൂടി നമുക്ക് ഉണ്ടാവണം. സാമാന്യ ബുദ്ധിക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചില കാര്യമുണ്ട്. സഭയും സഭയുടെ ഉന്നതരായിട്ടുള്ള വ്യക്തികളെയും സഭാശ്രേഷ്ഠന്മാരെയും ഒക്കെ അവഹേളിക്കുമ്പോൾ, ആക്ഷേപിക്കുമ്പോൾ, കൊച്ചാക്കുമ്പോൾ, പരിഹസിക്കുമ്പോൾ അത് ചെയ്യിക്കുന്നത് ശരിക്കും ഈവിൾ സ്പിരിറ്റിൻ്റെ പ്രവർത്തനമാണ്, പിശാചിൻ്റെ പ്രവർത്തനമാണ്, തിന്മയുടെ ശക്തിയാണ് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക. 1 യോഹന്നാൻ 4:2 ദൈവത്തിൻ്റെ ആത്മാവിനെ നിങ്ങൾക്ക് ഇങ്ങനെ തിരിച്ചറിയാം. യേശു ക്രിസ്തു ശരീരം ധരിച്ചു വന്നുവെന്ന് ഏറ്റുപറയുന്ന ആത്മാവ് ദൈവത്തിന്. യേശു ക്രിസ്തു മനുഷ്യനായി പിറന്നു, ശരീരത്തോടെ പിറന്നുവെന്ന് ഏറ്റുപറയുന്ന ആത്മാവാണ് ദൈവത്തിൽ നിന്നുള്ള ആത്മാവ്. യേശുവിനെ നിഷേധിക്കുന്ന വ്യക്തിയിൽ പ്രവർത്തിക്കുന്ന ആത്മാവ് തിന്മയുടെ ആത്മാവാണ്. 3-ാമത്തെ വചനം പറയുന്നു,
ഏറ്റുപറയാത്ത ആത്മാവ് ദൈവത്തിൽ നിന്നല്ല, വരാനിരിക്കുന്നുവെന്ന് നിങ്ങൾ കേട്ടിട്ടുള്ള അന്തിക്രിസ്തുവിൻ്റെ ആത്മാവാണത്. ഇപ്പോൾ തന്നെ അത് ലോകത്തിലുണ്ട്. അവിടെ യേശുവിനെ ദുഷിക്കുന്ന, സഭയെ ദുഷിക്കുന്ന, കർത്താവിൻ്റെ അഭിഷിക്തരെ പരിഹസിക്കുന്ന, ആക്ഷേപിക്കുന്ന വ്യക്തികളിൽ പ്രവർത്തിക്കുന്നത് തിന്മയുടെ ആത്മാവ. യേശുക്രിസ്തുവിനെ ഏറ്റുപറയാത്ത ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവല്ല, അത് അന്തിക്രിസ്തുവിൻ്റെ ആത്മാവാണെന്ന് വചനം തറപ്പിച്ചു പറയുന്നു. ഹല്ലേലൂയ. വിശ്വാസികളെ, നമ്മളിത് തിരിച്ചറിയണം. ഈ കാലഘട്ടത്തിൽ ലോകം മുഴുവൻ അന്തിക്രിസ്തുവിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുക. വിശ്വാസികളെ വഴിതെറ്റിക്കുവാൻ, സഭയെ കരുതേക്കുവാൻ, സഭയെ പല വിധത്തിൽ ആക്രമിക്കുവാനായിട്ട് അനേക വ്യക്തികളിലൂടെ, പ്രസ്ഥാനങ്ങളിലൂടെ അന്തിക്രിസ്തുവിൻ്റെ ആത്മാവ് ദുഷ്ട പിശാചിന് പ്രവർത്തിക്കുന്നു. ഇത് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഒരു പിശാചിനും ഒരു ദുഷ്ടാരൂപിക്കും അശുദ്ധാത്മാവിനും നമ്മളെ തൊടുവാനായിട്ട് സാധിക്കത്തില്ല. ഹല്ലേലൂയ. നമുക്ക് രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിക്കാം. യേശുവിൻ്റെ നാമത്തെയും യേശുവിൻ്റെ രക്തത്തെയും വിളിച്ചപേക്ഷിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നിങ്ങളുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നു. നിങ്ങളുടെ പരിശുദ്ധ ചോര കൊണ്ട് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഞങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന, സഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളും നിർവീര്യമാവട്ടെ. സഭയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. അന്ധകാര ശക്തിയുടെ ആധിപത്യങ്ങൾ, തിന്മയുടെ കോട്ടകൾ യേശുനാമത്തിൽ തകരട്ടെ. യേശുവിൻ്റെ പരിശുദ്ധ രക്തത്തിൻ്റെ ശക്തിയാൽ സഭയ്ക്കെതിരെ അപവാദം പരത്തുന്ന തിന്മയുടെ അരൂപികൾ നിർവീര്യമാവട്ടെ. വെളിപാട് 12:11 അവർ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും സാത്താന്റെ മേൽ വിജയം നേടി. കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് അറക്കപ്പെട്ട കുഞ്ഞാടായ ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയാൽ തിന്മയുടെ ശക്തികൾ നിർവീര്യമാവട്ടെ. യേശുനാമത്തിൻ്റെ ശക്തിയിൽ സഭയോട് ചേർന്ന് കുരിശിൻ്റെ ചുവട്ടിൽ ബന്ധിക്കുന്നു. നിർവീര്യമാവട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. കരമടിച്ചു കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. യേശുവേ, അങ്ങയുടെ രക്തം കൊണ്ട് ഞങ്ങളെ കഴുകണമേ, പൊതിയണമേ. തിന്മയുടെ സ്വാധീനങ്ങൾ ഞങ്ങളെ വിട്ടുമാറട്ടെ. ദുഷ്ട പിശാചിന്റെ കെട്ടുകൾ യേശുനാമത്തിൽ അഴിയട്ടെ. അപവാദിയുടെ ദുരാത്മാ വിട്ടുമാറട്ടെ. അന്തിക്രിസ്തുവിന്റെ ദുരാത്മാ വിട്ടുമാറട്ടെ. യേശു ക്രിസ്തു കർത്താവാണെന്ന് ഏറ്റുപറയാത്ത വ്യക്തികളിൽ പ്രവർത്തിക്കുന്ന തിന്മയുടെ ശക്തികൾ നിർവീര്യമാവട്ടെ. യേശുനാമത്തിൻ്റെയും യേശു രക്തത്തിൻ്റെയും ശക്തിയാൽ. ഹല്ലേലൂയ. പരിശുദ്ധ മറിയത്തോട് ചേർന്ന് തിന്മയെ നിർവീര്യമാക്കുന്നു, ബന്ധിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദുഷ്ട പിശാചിൻ്റെ സ്വാധീനത്താൽ രോഗികളായി തീർന്നവർക്ക് ഇപ്പോൾ വിടുതൽ ലഭിക്കട്ടെ. എതിർചിന്തയുടെ ആത്മാ വിട്ടുമാറട്ടെ. പൈശാചിയുടെ വിട്ടുമാറട്ടെ. തിന്മയുടെ ദുരാത്മാ വിട്ടുമാറട്ടെ. ആസക്തിയുടെ ആത്മാ വിട്ടുമാറട്ടെ. മദ്യപാനത്തിൻ്റെ ആത്മാ വിട്ടുമാറട്ടെ. പൈശാചിക ബന്ധനത്താൽ രോഗികളായിരിക്കുന്നവരെ ബന്ധിച്ചിരിക്കുന്ന പൈശാചിക ദുഷ്ടാരൂപിയുടെ പീഡകൾ വിട്ടുമാറട്ടെ. മത്തായി 8:16 അവൻ വചനമയച്ചുകൊണ്ട് അശുദ്ധാത്മാക്കളെ പുറത്താക്കി, രോഗികളെ സൗഖ്യമാക്കി. എല്ലാ രോഗികളെ സൗഖ്യമാവട്ടെ. ആസക്തിയിൽ വിട്ടുമാറട്ടെ. ക്യാൻസറും ട്യൂമറും വിട്ടുമാറട്ടെ. മാരക രോഗങ്ങളെ സൗഖ്യമാവട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. ആമേൻ. ഡിസംബർ മാസത്തിലെ അവസാനത്തെ ആഴ്ചയിൽ ഇവിടെ ഈ കുടുംബം ധ്യാനിച്ചിരുന്നു. ചേച്ചിക്കായിരുന്നു ക്യാൻസറല്ലേ? ചേച്ചിക്ക് ക്യാൻസർ ആയിരുന്നു. ആ ക്യാൻസർ ഹീൽ ചെയ്തതിൻ്റെ മെഡിക്കൽ റിപ്പോർട്ടുമായിട്ടാണ് സാക്ഷ്യപ്പെടുത്താനായിട്ട് വന്നിരിക്കുന്നത്. ക്യാൻസർ ഹീൽ ചെയ്ത മെഡിക്കൽ റിപ്പോർട്ട് കൈയടിച്ച് കത്താൻ മോഹത്തപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ഡേസി, തൃശ്ശൂരിൽ നിന്ന് വരുന്നു. കഴിഞ്ഞ ഓഗസ്റ്റിൽ എനിക്ക് തൊണ്ടയിൽ ചെറിയൊരു ടോൺസിലിൻ്റെ ഇത് വന്നതാണ്. ഡോക്ടറിനെ കാണിച്ച് അതിൻ്റെ ഇടയിൽ പനിയും വന്നു, വേദനയും നല്ലതായിട്ടുണ്ടായിരുന്നു. ഡോക്ടറിനെ കാണിച്ചു കഴിഞ്ഞപ്പോൾ വായുടെ ഉള്ളിൽ ചെറിയൊരു തടിപ്പുണ്ടായിരുന്നു. ഡോക്ടർ പറഞ്ഞു അത്
ഓപ്പറേഷൻ ചെയ്ത് മാറ്റണം എന്ന്. ഓപ്പറേഷൻ ചെയ്തു, ഡേറ്റൊക്കെ തീരുമാനിച്ച് ഓപ്പറേഷൻ ചെയ്തു. അപ്പോൾ അവർ ബയോപ്സിക്ക് അയക്കണം എന്ന് പറഞ്ഞു. ബയോപ്സിക്ക് അയച്ചപ്പോൾ ആദ്യമൊന്നും റിസൾട്ട് ക്ലിയർ അല്ലായിരുന്നു. വീണ്ടും ശരിയാക്കി കഴിഞ്ഞപ്പോൾ അവർ 2 സെല്ലിൽ ക്യാൻസറിൻ്റെ തുടക്കമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ട്രീറ്റ്മെൻറ്റ് തുടങ്ങണം എന്ന് പറഞ്ഞു. ഉടനെ തന്നെ കീമോ സെക്കൻഡ് സ്റ്റേജിലേക്ക് കടന്നു എന്ന് പറഞ്ഞു. കീമോ തുടങ്ങി. ഫസ്റ്റ് കീമോ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇവിടെ എല്ലാം തൊണ്ടയിലായിരുന്നു, ഇവിടെ എല്ലാം നല്ല പെയിനായിരുന്നു, ശരീരം മൊത്തം വേദനയായിരുന്നു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ബ്രദറിനെ ഫോണിൽ കിട്ടി. അപ്പോൾ ഫോണിൽ കൂടെ ബ്രദർ പ്രാർത്ഥിച്ചു. എന്നോട് വേദനയുള്ള ഭാഗത്ത്, ക്യാൻസറുള്ള ഭാഗത്ത് കൈവച്ചിട്ട് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. എനിക്കാണെങ്കിൽ ഒന്നിനും പറ്റണില്ല. തൊണ്ടയിൽ സംസാരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു, പക്ഷേ എനിക്ക് ശരിക്കും പറ്റണ്ടായില്ല. കഴിഞ്ഞാലും ബ്രദർ ഇനി ഫോൺ വെച്ച് പോയെങ്കിലോ എന്ന് ചോദിച്ച് പേടിച്ചിട്ട് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ നിന്നോളാമെന്നൊക്കെ പറഞ്ഞു. കഴിഞ്ഞ് പ്രാർത്ഥിച്ചു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഇവിടുത്തെ വേദനയെല്ലാം മാറി, ശരീരത്തിൻ്റെ പെയിനെല്ലാം പോയി. അത് കഴിഞ്ഞ് ഡോക്ടറിനെ കാണിച്ചു. മൂന്നാമത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ CT സ്കാൻ ചെയ്തു. അപ്പോൾ ഒരു 85% മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു ഇത് ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യണം, 6 കോഴ്സും ചെയ്യണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പെറ്റ് സ്കാൻ ചെയ്യാൻ പറഞ്ഞു. 6 കഴിഞ്ഞപ്പോൾ പെറ്റ് സ്കാനിന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എങ്ങനെയായാലും ഇവിടെ വന്ന് ധ്യാനം കൂടിയിട്ട് ഇനി ഞാൻ പെറ്റ് സ്കാനിന് പോകണുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് ഇവിടെ വന്ന് കഴിഞ്ഞ ഈ 31 ധ്യാനത്തിന് വന്നു. അപ്പോൾ സ്തുതിപ്പിൻ്റെ സമയത്ത് ബ്രദർ വിളിച്ചു പറഞ്ഞു ഒരു രോഗിയുടെ ക്യാൻസർ സുഖപ്പെടുത്തണുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ശരിക്കും പൂർണ്ണമായിട്ട് തന്നെ വിശ്വസിച്ച് എന്നെ തന്നെയാവും. അപ്പോൾ മോളും പറഞ്ഞു അമ്മയുടെ കാര്യമാവും ബ്രദർ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിന്നെ പെറ്റ് സ്കാനിന് ഈ കഴിഞ്ഞ 6-ാം തീയതിയാണ് പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാം ജൂബിലി തൃശ്ശൂർ ജൂബിലി മിഷനിലാണ് കാണിച്ചത്. അവിടെ തന്നെ ഇരുന്നു. പെറ്റ് സ്കാൻ അമല ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ എല്ലാം നോർമലാണെന്ന് പറഞ്ഞ് പെറ്റ് സ്കാനിൻ്റെ റിസൾട്ട് വന്നു. പ്രൈസ് ദി ലോർഡ്. ഡോക്ടർ കുറേ നേരം ഞങ്ങളുടെ റിസൾട്ട് നോക്കി നിന്നു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഇതുപോലൊരു റിസൾട്ട് ഈ അസുഖത്തിന് കിട്ടാൻ ഒരു സാധ്യതയില്ല എന്ന് പറഞ്ഞു. എല്ലാം നോർമലായി ഉണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഡോക്ടർ പോലും അത്ഭുതപ്പെടുകയാണ് ഈ മെഡിക്കൽ റിപ്പോർട്ട് കണ്ടിട്ട്. തൊണ്ടയിലെ ക്യാൻസർ പരിപൂർണമായിട്ട് കർത്താവ് സൗഖ്യമാക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാണ് സൗഖ്യം നൽകുന്നത്? ആർക്കാണ് മഹത്വം? ഹല്ലേലൂയ. ക്യാൻസർ യേശു സൗഖ്യമാക്കുമോ? ആക്കോ? ഉറപ്പല്ലേ? ഏത് രോഗത്തെയും യേശുവിന് സൗഖ്യമാക്കാൻ കഴിയും. കാരണം യേശു ദൈവമാണ്. അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. 1 പത്രോസ് 2:24. ഈ ആൻറ്റിയുടെ ക്യാൻസർ സൗഖ്യമാക്കിയ യേശുവിന് കരമുയർത്തി ഒന്ന് സ്തുതിച്ചു നന്ദി പറയാം. ഹല്ലേലൂയ. കർത്താവേ, ഈ സൗഖ്യം നിലനിൽക്കട്ടെ. ഈ സഹോദരന്റെ സാക്ഷ്യം അനേകരുടെ മുൻപിൽ ദൈവ മഹത്വത്തിനായി തീരട്ടെ. ദീർഘായുസ് നൽകണമേ. കുടുംബത്തെ അനുഗ്രഹിക്കണമേ. യേശുവേ, അങ്ങ് എപ്പോഴും കൂടെ ഉണ്ടാകണമേ. കർത്താവേ, സ്തോത്രം. യേശുവേ, നന്ദി. ഹല്ലേലൂയ. ആകാശത്തിലും ഭൂമിയിലും പാതാളത്തിലും എല്ലാ മുഴങ്കാലുകളും മടങ്ങുന്ന യേശു ക്രിസ്തുവിൻ്റെ അധികാര നാമത്തിൽ കൽപ്പിക്കുന്നു. ക്യാൻസർ രോഗികൾ സൗഖ്യമാവട്ടെ. ഹല്ലേലൂയ. തലയിലെ ട്യൂമറുകൾ വറ്റിപ്പോവട്ടെ. തലച്ചോറിൻ്റെ ക്യാൻസർ സൗഖ്യമാവട്ടെ. ബ്ലഡ് ക്യാൻസർ സൗഖ്യമാവട്ടെ. തൊണ്ടയിലെ ക്യാൻസർ സൗഖ്യമാവട്ടെ. അസ്ഥികളിലെ ക്യാൻസർ സൗഖ്യമാവട്ടെ. ബ്രസ്റ്റിലെ ക്യാൻസർ സൗഖ്യമാവട്ടെ. ലങ്സിലെ ക്യാൻസർ സൗഖ്യമാവട്ടെ. അന്നനാളത്തിലെ ക്യാൻസർ സൗഖ്യമാവട്ടെ. വയറ്റിലെ ക്യാൻസർ സൗഖ്യമാവട്ടെ. ഗർഭാശയത്തിലെ ക്യാൻസർ സൗഖ്യമാവട്ടെ. അസ്ഥികളുടെ ക്യാൻസർ സൗഖ്യമാവട്ടെ. നട്ടലിൻ്റെ ക്യാൻസർ സൗഖ്യമാവട്ടെ. കാലിൻ്റെ അസുഖയുടെ ക്യാൻസർ സൗഖ്യമാവട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ ക്യാൻസർ രോഗികളും ഇപ്പോൾ സൗഖ്യമാവട്ടെ. Mighty anointing in the name of Jesus. All diseases vanish away in the name of Jesus. എല്ലാ ക്യാൻസർ രോഗിയുടെ മേലും കർത്താവിൻ്റെ ശക്തി കടന്നു പോവട്ടെ. സ്തുതിച്ചേ. യേശു ക്രിസ്തുവിന്റെ അത്ഭുത നാമത്തിൽ ക്യാൻസർ രോഗികൾ സൗഖ്യമാവട്ടെ. അവന്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. യേശു ആരിലും വലിയവൻ, വലിയവൻ യേശു. യേശു ആരിലും വലിയവൻ, വലിയവൻ ആരിലും വലിയവൻ, വലിയവൻ സൗഖ്യദായകൻ, പാപമോചകൻ, സൗഖ്യദായകൻ, പാപമോചകൻ, യേശുവേക രക്ഷകൻ,
യേശുവേഗരക്ഷകൻ കരുണാമയൻ സ്നേഹഗായകൻ, കരുണാമയൻ സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ, ആരിലും വലിയവൻ വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു